ഹായ് ഓൾ, വെൽക്കം ടു മൈ ലാംഗ്വേജ് അക്കാഡമി. നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കും ഓരോ ദിവസങ്ങളിലായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരുന്നത്. നിങ്ങൾക്കത് ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം. ഒരുപാട് പഠിക്കാനുള്ള ഒരു എന്താ പറയുക, ഓവറായിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാം കൺസൈസ് ചെയ്ത് നമുക്ക് B2 ലെവൽ എക്സാം പാസ്സാവാനായിട്ട് എന്താവശ്യമുണ്ടോ അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് നമ്മൾ 1.5 മാസം കൊണ്ട് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം. അതുപോലെ ഓരോ ക്ലാസ്സിൻ്റെ നോട്ടും നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുന്നായിട്ട് നിങ്ങൾ തന്നെ റിവൈൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ അത് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്, അത് തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്രേസസ് ആണ്. ഫ്രേസസ് എന്ന് പറഞ്ഞാൽ റേഡേമിറ്റൽസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കോമൺ ആയിട്ട് കുറേ സെൻറ്റൻസുകൾ നമുക്ക് ഓരോ വേർഡ്സിലും ഓരോ സെൻറ്റൻസിലും ഓരോ പാരഗ്രാഫിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ വർത്തമാനം പറയുന്ന പോലെ. അങ്ങനെയുള്ള കുറച്ച് വാചകങ്ങളാണ്, ഫ്രേസസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എൻഷിൽ ഡിഗൂങ് എന്ന് വെച്ചാൽ എക്സ്ക്യൂസ് മീ, ഹൗ ആർ യു, വി ഗേറ്റസ് ഡിയർ. അതിന് ആൻസറായിട്ടും നമുക്ക് പറയാം ദാങ്കെ മിയർ ഗേറ്റസ് ഗുഡ്. ഫൈൻ, താങ്ക് യു, അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ദാങ്കെ താങ്ക് യു, ബിറ്റെ പ്ലീസ്, എസ്റ്റൂട്ട് മിയർ ലൈഡ് എന്ന് വെച്ചാൽ ഐ ആം സോറി, ഷോൺ ദിഹ് സൂട്രഫൻ നൈസ് ടു മീറ്റ് യു, ഫീലൻ ദാങ്ക്. വി എന്ന് നമ്മൾ വി ആയിട്ടല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, ഫായ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഫീലൻ ദാങ്ക്, താങ്ക് യു വെരി മച്ച്. വിൽക്കൊമൻ വെൽക്കം, ബിസ് പേറ്റർ സി യു ലേറ്റർ. എയുടെ മേലിൽ ഉംലൗട്ട് ഇട്ടപ്പം എ എന്നാണ് വായിക്കുന്നത്, അതുകൊണ്ട് ബിസ് പേറ്റർ. ഈ ബിസ് പേറ്റർ നമുക്ക് വേറെ രീതിക്ക് പറയാം, ബിസ് മോർഗൻ, ബിസ് ഫ്രൈടാഗ്, അങ്ങനെ പല രീതിക്ക് നമുക്ക് ആ വേർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ബിസ് മോർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി യു ടുമോറോ എന്നും ഉണ്ട്, സി യു മോർണിംഗ് എന്നും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രൈടാഗ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ, സോൺ ടാഗ് സൺഡേ, അങ്ങനെ പല രീതിക്ക് നമുക്ക് ബിസ് ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലസ് ഗുട്ടേ, ഓൾ ദ ബെസ്റ്റ്. ഗുട്ടേ റൈസേ, ഹാവ് എ ഗുഡ് ട്രിപ്പ്, ഹാപ്പി ജേർണി എന്നൊക്കെ പറയുന്ന പോലെ ഗുട്ടേ റൈസേ. ഫീൽ ഗ്ലൂക്ക് എന്ന് വെച്ചാൽ ഗുഡ് ലക്ക്. ഇതല്ലാതെ ഒരുപാട് റേഡിയോമെറ്റൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് A1 ലെവലിൽ നമുക്ക് ഇത്രയും റേഡിയോമെറ്റൽസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുകൂടാതെ ഇടയ്ക്ക് നമ്മൾ ഇനിയും ഗ്രാമർ സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കിനും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റേഡിയോമെറ്റൽസ് വരുമ്പം ഞാനത് നിങ്ങൾക്ക് തനിയെ ഒരു വീഡിയോ ആയിട്ട് നോട്ട്സായിട്ട് എടുക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത്രയും റേഡിയോമെറ്റൽസിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിത് വായിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും എനിക്ക് ഇതിൻ്റെ മീനിങ് പറഞ്ഞു തരുക എന്നല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഓരോരോ ക്ലാസ്സിലും കുറേശ്ശെയായിട്ട് പഠിക്കാം, അതായിരിക്കും എളുപ്പം. ഇതുപോലെ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ മഗപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഗ്രാമറിലേക്ക് പോകുമ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. മീൻസ് അന്നേരം നമ്മൾ സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറേ സ്ലൈഡ് കാണിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണല്ലോ, എന്തൊക്കെയോ അങ്ങ് പറയുന്നതല്ലാതെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നിങ്ങളെ ഈ രീതിക്ക് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. കാരണം ഇതുപോലുള്ള വേർഡ്സും ഫ്രേസസ്, അതുപോലെ തന്നെ ആൽഫബറ്റ്സ്, ഗ്രീറ്റിങ്സ്, അതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം. ഇനി നമ്പേഴ്സ് ഉണ്ട്, അത് നമ്മൾ കാണാതെ പഠിക്കണം. അതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഗ്രാമർ സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സെൻറ്റൻസ് മേക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചില ഓരോരോ വേർഡ്സിൻ്റെ ആണെങ്കിലും ലെറ്റേഴ്സിൻ്റെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും. അത് ഞാൻ ഓൾറെഡി മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ട് പറയുന്നതല്ല, ഞാൻ കാണുമ്പോഴോ ഓർക്കുമ്പോൾ ഞാനങ്ങ് പറയുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചില വേർഡ്സ് യൂസ് ചെയ്യേണ്ടത് രീതികളും ഒക്കെ മാറ്റം ഉണ്ടാവും. അതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ല കേട്ടോ. ഞാൻ ഓർക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരും മുന്നത്തെ വീഡിയോ കാണാതെ ഇടയ്ക്കത്തെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്റ്റിലത്തെ വീഡിയോ മുതൽ കണ്ട് ഓരോ ദിവസത്തെ നോട്ട്സ് എഴുതി പഠിക്കുക.
ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ഏതൊക്കെ രീതിയിലാണ് എക്സാം എഴുതിയത് എന്നുള്ള രീതിക്കായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്